പാർലമെന്റിൽ കളർ പൗഡർ പ്രയോഗിച്ച കേസിൽ 2 പ്രതികൾക്ക് ഡൽഹി ഹൈക്കോടതി ജാമ്യം നൽകി. പ്രതികളായ നീലം ആസാദ്, മഹേഷ് കമാവത്ത് എന്നിവർക്കാണ് ജാമ്യം. 2023 ഡിസംബർ 13 പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ സുരക്ഷാ ലംഘനമുണ്ടായത്. ഡി ധനസുമോദ് വിവരങ്ങളുമായി ചേരുന്നു. സുമോദ്, ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി എന്താണ് പറഞ്ഞത്? ഇപ്പോൾ ജാമ്യം അനുവദിച്ചുകൊണ്ട് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കാര്യം ഇത്തരത്തിലുള്ള കളർ എറിയുന്നത് ഭീകരാക്രമണം അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ട് എന്ന രീതിയിലേക്ക് പെടുത്തുകയാണെങ്കിൽ പിന്നീട് പല നടപടികളും അതുപോലെ തന്നെ പെടുത്തേണ്ടി വരും. ഉദാഹരണത്തിന് ഹോളി തുടങ്ങിയ ആഘോഷങ്ങൾ തന്നെ ഇല്ലാതാക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് പ്രാഥമികമായി ചൂണ്ടിക്കാട്ടിയത്. ഇപ്പോൾ എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഇവർക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. 2023 ഡിസംബർ 13 ഇത്തരത്തിൽ കളർ പ്രയോഗം നടത്തിയതും അത് വ്യാപകമായി ഭീകരാക്രമണമാണെന്ന് ആദ്യം തെറ്റിദ്ധരിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ വരികയും ചെയ്തത്. പക്ഷേ അതിനുശേഷം അവർക്ക് ജാമ്യം നൽകിയിരുന്നില്ല. കനത്ത ഒരു നിയന്ത്രണത്തോടുകൂടിയുള്ള ഒരു ജാമ്യമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് ആഴ്ചയിൽ 3 ദിവസം തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങളിൽ കൃത്യമായി വന്ന് പോലീസ് സ്റ്റേഷനിൽ ഒപ്പിടണം എന്നുള്ളൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രതികൾ ഒരു കാരണവശാലും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുകയോ വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയോ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ഷെയർ ചെയ്യുകയോ ചെയ്യരുത് എന്നുള്ള കൂടി ഒരു കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്.